മോഴ്സ് കോഡ് എന്നത് ഒരു ആധുനിക ആശയവിനിമയ ഭാഷ ആയിരുന്നു. ഒരു ഡോട്ട് അഥവാ കുത്തും ഒരു ഡാഷ് അഥവാ ചെറിയ വരയും മാത്രം ആയിരുന്നു മോഴ്സ് കോഡിൽ ഉപയോഗിച്ചിരുന്ന അക്ഷരങ്ങൾ. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ബൈനറി നമ്പറുകൾ പോലെ. ഈ കുത്തിനെയും വരയെയും വിവിധ എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റിയാണ് ഓരോ അക്ഷരങ്ങളും ചിട്ടപ്പെടുത്തിയിരുന്നത്. 1830-ൽ സാമുവൽ മോഴ്സും ആൽഫ്രഡ് വെയിലും ചേർന്നാണ് മോഴ്സ് കോഡ് രൂപകൽപ്പന ചെയ്യുന്നത്. ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് അക്ഷരങ്ങളായിരുന്നു മോഴ്സ് കോഡിൽ ചിട്ടപ്പെടുത്തിയ ആദ്യത്തെ ഭാഷ. ടെലിഗ്രാഫ് മെഷീൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് മോഴ്സ് കോഡിന് ആ കാലത്ത് വലിയ പ്രചാരവും പ്രസിദ്ധിയും ഉണ്ടായത്. വെറും പേപ്പറിൽ എഴുതുമ്പോൾ കുത്തും വരയും ഓരോ ഓർഡറിൽ ഓരോ വ്യത്യസ്ത സ്ഥാനങ്ങളിലാണെങ്കിൽ അതിനെ ശബ്ദത്തിൻ്റെയോ വെളിച്ചത്തിൻ്റെയോ രൂപത്തിൽ ആക്കി മാറ്റിയായിരുന്നു ടെലിഗ്രാഫ് വഴി സന്ദേശങ്ങൾ അയച്ചിരുന്നത്. അതായത് ഒരു കുത്തിനെ സൂചിപ്പിക്കാൻ ശബ്ദത്തിൽ ഒരു ചെറിയ ബീപ്പും വരയെ സൂചിപ്പിക്കാൻ ഒരു നീണ്ട ബീപ്പും ആയിരുന്നു. പ്രകാശം ഉപയോഗിക്കുമ്പോൾ ഈ ചെറിയ ബീപ്പ് ഒരു ബൾബിൻ്റെ ഒരു ചെറിയ മിന്നലും വലിയ ബീപ്പ് അല്പനേരം നീണ്ടു നിൽക്കുന്ന ഒരു മിന്നലും ആയിരിക്കും. ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ അയക്കുമ്പോഴും അക്ഷരങ്ങൾക്കിടയിൽ 3 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടാകും. ഓരോ വാക്കുകൾക്കിടയിലും ഇത് 7 സെക്കൻഡ് ഗ്യാപ്പ് ആയിരിക്കും. അക്ഷരങ്ങൾ യഥാക്രമം വായിക്കാനും മനസ്സിലാക്കാനും വേണ്ട സമയമാണ് ഈ ഗ്യാപ്പ്. അതായത് ഒരു വാക്കയക്കാൻ 30 സെക്കൻഡ് സമയമൊക്കെ വേണ്ടി വന്നേക്കാമെന്ന്. 1844-ൽ വാഷിംഗ്ടണിൽ നിന്ന് ബാൾട്ടിമോറിലേക്ക് ആദ്യ സന്ദേശം അയക്കപ്പെട്ടു. ഒരു ബൈബിൾ വചനം ആയിരുന്നു ഇത്. പിന്നീട് SOS സന്ദേശം അയക്കാനും മോഴ്സ് കോഡ് ഉപയോഗിച്ചു. പ്രധാനമായും സൈനിക, വൈമാനിക, റെയിൽ മേഖലകളിലാണ് മോഴ്സ് കോഡ് ഉപയോഗം കൂടുതലായി നടന്നിട്ടുള്ളത്. എത്രയൊക്കെ ആധുനികമാണെന്ന് പറഞ്ഞാലും പുതിയ സാങ്കേതികതകൾക്ക് മുന്നിൽ പഴയവ പരാജയപ്പെടും. മോഴ്സ് കോഡിൻ്റെ പ്രചാരം ഇന്ന് ഹാം റേഡിയോ ഓപ്പറേറ്റർമാരിൽ മാത്രമാണ്.